ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ മെത്തേഡാണ്. ഇക്വേഷൻ മെത്തേഡ് വെരി സിമ്പിൾ. ഗ്രോസ് പ്രോഫിറ്റ് GP is equal to net sales minus cost of goods sold. Cost of goods sold net sales available ആണെങ്കിൽ you can easily find the gross profit by deducting cost of goods sold from the net sales. Net sales നിന്ന് cost of goods sold ഡിഡക്റ്റ് ചെയ്താൽ മതി. സോ നമുക്കറിയേണ്ടത് എന്താണ് net sales അല്ലെങ്കിൽ how to find out net sales. Net sales is equal to total sales. Total sales minus sales return. നമ്മുടെ ബിസിനസ് സംഭവിച്ചിട്ടുള്ള മൊത്തം സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ തിരിച്ചു വന്ന സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് നെറ്റ് സെയിൽസ്. എന്താണ് ടോട്ടൽ സെയിൽസ്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഇത് രണ്ട് പോസിബിലിറ്റീസ്. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് സെയിൽസിനുള്ളത്. ഒന്നുകിൽ അത് നമ്മൾ പണത്തിന് വെക്കുന്നതായിരിക്കും, മറ്റൊന്ന് കടത്തിൽ വരുന്ന സെയിൽസ് ആയിരിക്കും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും അഗ്രിഗേഷൻ അല്ലെങ്കിൽ സം ആയിരിക്കും എന്ത്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് നെറ്റ് സെയിൽസ്. ദെൻ യു ക്യാൻ ഗോ ഫോർ cost of goods sold. Okay, is equal to opening stock. ക്വസ്റ്റ്യനിൽ തരും. opening stock അതിൻ്റെ കൂടെ പ്ലസ് നെറ്റ് പർച്ചേസ് നമ്മൾ ആഡ് ചെയ്യണം. നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അത് ആഡ് ചെയ്യുക. ഫൈനലി യു ഹാവ് ടു ഡിഡക്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇക്വേഷനായി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് സെയിൽസ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ നമ്മൾ കടം വാങ്ങിക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റ് പർച്ചേസ്. ദെൻ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് ക്യാഷ് പർച്ചേസ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ഇറ്റ്. ദെൻ ഫൈനലി യു ഹാവ് ടു ഡിഡക്റ്റ് പർച്ചേസ് റിട്ടേൺ ഫ്രം ദിസ് ടോട്ടൽ. ഈ നെറ്റ് പർച്ചേസിൽ നിന്ന് ഈ ടോട്ടൽ പർച്ചേസിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് റിട്ടേൺ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യണം. ദെൻ യു വിൽ ഗെറ്റ് നെറ്റ് പർച്ചേസ്. ദാറ്റ് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദിസ് ഇക്വേഷൻ. സോ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി അപ്ലൈ ദിസ് വാല്യൂ ഇൻ ദിസ് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ യു വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കൊരു ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000, purchase 40,000, purchase return 1,500, then direct expense comes to 3,000, then sales 78,000, sales return 2,400, closing stock comes to 13,000. So you are required to find out gross profit. Gross profit കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഇക്വേഷൻ ആദ്യം ഇൻസേർട്ട് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് ഈ രണ്ട് വാല്യൂസ് ആണ് കിട്ടേണ്ടത്. ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞ് രണ്ട് സെയിൽസ് ഇല്ല. അതായത് ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും സെപ്പറേറ്റ് അല്ല. നമുക്ക് ടോട്ടൽ സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 78,000. സോ 78,000
78,000 minus sales return undo. Yes, you can see 2,400 sales return aanu. So you just deduct 2,400 from 78,000. Then you will get 75,600. Okay, next നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇക്വേഷനിലേക്ക് നെറ്റ് പർച്ചേസ് ആവശ്യമുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഇക്വേഷനിലേക്ക് നെറ്റ് പർച്ചേസിന്റെ ആവശ്യമുണ്ട്. സോ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് നെറ്റ്. ഓക്കെ, നെറ്റ് പർച്ചേസ് is equal to total purchase minus purchase return. പർച്ചേസിൽ നിന്ന് നമ്മൾ പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ടോട്ടൽ പർച്ചേസ്. സോ ഹിയർ ദർ ഇസ് നോ ക്രെഡിറ്റ് ഓർ ക്യാഷ് പർച്ചേസ് സെപ്പറേറ്റ്ലി. നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു പർച്ചേസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 40,000. സോ യു ക്യാൻ bring this value here. Okay, 40,000. Then you have to deduct the purchase return, that is 1,500. Okay, 1,500 deduct ചെയ്യുന്നു. 40,000 minus 1,500 comes to 38,500. Okay, അപ്പോൾ നമുക്ക് നെറ്റ് പർച്ചേസ് ആയി. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ ഇതായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ്. ഓക്കെ, നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ നോക്കാം. യെസ്, ദർ ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000 ഉണ്ട്. നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 38,500. Then what about direct expense? It is already given in the question. Direct expense is here. Then we want closing stock. Okay, closing. So everything is available. So you can just put this value. Opening stock 16,000 plus, okay, 16,000 plus net purchase. It comes to 38,500. Okay, 38,500. Okay, plus direct expense comes to 3,000. Okay, 3,000. Okay, minus closing stock എത്രയാണ്? 13,000 ആണ്. 13,000. So this will result 44,500. Okay, നമ്മളെ പ്രോബ്ലം കഴിഞ്ഞില്ല. നമ്മൾ കണ്ടുപിടിച്ചത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയിരിക്കുന്നു, അതുപോലെ നെറ്റ് സെയിൽസ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ദെൻ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ്. ഇക്വേഷൻ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. സോ ദർഫോർ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് നെറ്റ് സെയിൽസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്, സോറി, നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 75,600. Okay, then less cost of goods sold, that is 44,500. Okay, it will result 31,100. Okay, so this will be the gross profit.